പാടാനോ ചിത്രം വരയ്ക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ഒരു തലമുറയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രകൃതിയെ തങ്ങളുടെ കഴിവുകൊണ്ട് അടയാളപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് നല്ലതാണ്. കുട്ടികളിലെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തവണയും മാതൃഭൂമി കുരുന്നുകൾക്ക് വേദിയൊരുക്കി. 6 ദിവസം നീണ്ടുനിന്ന വരമുറി. നല്ല രസമുണ്ടായിരുന്നു. കുറേ കളറിങ്ങൊക്കെ ചെയ്തു. കൊക്കിനെയൊക്കെ അടിപൊളിയായിരുന്നു. സീനായിരുന്നു. നമ്മൾ കുറെ പിക്ചേഴ്സ് അടിച്ചു. ഞാൻ കുരങ്ങനെ വീട് പിന്നെ മരം അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറെ വരപ്പിച്ചു. കുറെ ഫ്രണ്ട്സിനൊക്കെ കിട്ടി. അടിപൊളിയായ ക്യാമ്പ്. കുറേ ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിച്ചു. ഈ ക്യാമ്പൊക്കെ നല്ല ഇഷ്ടപ്പെട്ട്. ഈ ക്യാമ്പ് നല്ല ക്യാമ്പ്, ഈ ഡ്രോയിങ് ക്യാമ്പ്. വരയ്ക്കാൻ മാത്രമല്ല, കളിക്കാനും ഡാൻസും ഗെയിംസും എല്ലാം ഉണ്ടായിരുന്നു. കുഞ്ഞു മനസ്സിൽ പതിഞ്ഞ പ്രകൃതി മനോഹാരിത ക്യാൻവാസിൽ പകർത്തിയപ്പോൾ പ്രകൃതിയെ അവർ തങ്ങളുടെ വരയറിവ് കൊണ്ട് അടയാളപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ക്യാൻവാസിൽ പതിഞ്ഞ ചിത്രങ്ങൾ ഈ വേനൽ അവധിക്കാലത്തോടൊപ്പം മാതൃഭൂമി ചേർത്ത് വെച്ചു. സമാപന ദിനത്തിൽ മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ കുട്ടികളുമായി സംവദിക്കുകയും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകി. തിരഞ്ഞെടുക്കപ്പെട്ട 80-ലധികം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കുട്ടികൾ പ്രകൃതിയെ അറിയണമെന്നും പ്രകൃതിയെ അറിഞ്ഞാൽ മാത്രമേ ഭാവനയുണ്ടാവുകയുള്ളൂ എന്നും ക്യാമ്പ് സാക്ഷ്യപ്പെടുത്തി. വരകൾക്ക് പുറമെ ആടിയും പാടിയും അവർ വരമുറിയെ ആഘോഷമാക്കി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.